Hello everyone, very good evening. It's been a pleasure meeting you here again. ഇന്നലെ നമ്മൾ വി വർ ഡിസ്കസിങ് അബൌട്ട് ഫെയ്ത്ത് അല്ലേ. ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഞാൻ ഫെയ്ത്ത് എന്ന് പറയുമ്പം ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു റിലീജിയനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടല്ല പറയുന്നത്. കോമൺ ആയിട്ട് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളിൽ നമുക്കുള്ളൊരു അഷുറൻസ്, അതോടൊപ്പം തന്നെ അത് കിട്ടുമെന്നുള്ളൊരു കൺവിക്ഷൻ, അതും നമ്മുടെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനിരിക്കുന്ന നമ്മുടെ പ്രയേഴ്സിൻ്റെ ആൻസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആയിട്ട് സെയിം ലെവൽ ഓഫ് ഫ്രീക്വൻസിയിൽ വരുമ്പോഴാണ് ഫെയ്ത്ത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വർക്കൗട്ട് ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് സെയിൽസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മുടെ ബയർക്ക് സെല്ല് ചെയ്യുമ്പം ആദ്യം നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്ന സർവീസിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ബയറിൻ്റെ നീഡ് എന്താണ്, അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക, ഒരു നേച്ചർ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആർക്കാണ് സെല്ല് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ മേടിക്കുന്ന ബയർക്കാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുന്നത് ആ വ്യക്തിയിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു പ്രോഡക്റ്റിലും സർവീസിലും നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിലും സർവീസിലും അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു സെല്ലറും ബയറും തമ്മിൽ ഒരു റാപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ്, ഇപ്പം ഇത് സെല്ല് ചെയ്യുന്ന വ്യക്തിക്ക് ബയറിലേക്ക് അവർക്കുള്ള ആ ഒരു പ്രോഡക്റ്റിലും സർവീസിലും ഉള്ള അവരുടെ കമ്പനിയിലുള്ള ഒരു കോൺഫിഡൻസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ലോകത്തിലെ ഏതൊരു ബിസിനസ് ഡീൽസും നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ലൈഫിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്ന ആരോടായിരിക്കും? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതെന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളോടായിരിക്കും അല്ലേ. നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും, നമുക്ക് വേണ്ട അഡ്വൈസ് തരും, നമ്മുടെ ലൈഫിൽ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളവരോട് മാത്രമേ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും. ബൈബിളിലൊരു വേഴ്സ് ഉണ്ട്, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 6. It is not possible to please God without faith. If a person comes to God, he should believe that God he is and he is a rewarder of those who seek him. അപ്പം നമ്മൾ വിളിക്കുന്ന ദൈവം ആരെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം, അതിലുള്ള കോൺഫിഡൻസ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നും അത് കേൾക്കുന്ന ദൈവം ആരാണെന്നുമുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫെയ്ത്ത് വർക്ക് ചെയ്യുള്ളൂ നമ്മുടെ ലൈഫിൽ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്തും ആ ഒരു പ്രോഡക്റ്റിൽ ഉള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു സർവീസിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന വ്യക്തിയിലുള്ള വിശ്വാസം ബയർക്ക് വന്നെങ്കിൽ മാത്രമേ ബയർ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുള്ളൂ. അതിൻ്റെ റിസൾട്ട്, നമ്മളുടെ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിലൊരു വിശ്വാസം വരണം. അതുപോലെ തന്നെ നമുക്കും നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിലൊരു വിശ്വാസം വരണം. അപ്പം ഇത് തന്നെയാണ് ഫെയ്ത്ത് വർക്കൗട്ട് ആവുന്നതിനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് ഡേ ഫെയ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറി ആൻഡ് ഇഡിയംസുമായിട്ട് നമുക്ക് എത്രയും വേഗം വീണ്ടും കാണാം. It's time for me to wind up today's session.
Till the time we meet next, bye and take care.